അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളിത് രണ്ട് കേക്കിന്റെ ഡിസൈൻ ആണ് കാണിക്കുന്നത്. ആദ്യത്തെ കേക്ക് ഒരു മിനിയൻ തീം കേക്ക് ആണ് കേട്ടോ. അപ്പൊ ഈ കേക്ക് എന്റെ ഫ്രണ്ടിന്റെ മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കേക്ക് ആയിരുന്നു. അപ്പൊ അവൾ പ്രത്യേകിച്ച് ഒരു റെഫറൻസ് പിക്ക് ഒന്നും തന്നിട്ടില്ല. കണ്ട ഒരു മിനിയൻ തീമിൽ ഇരിക്കണം, അത്രേ ഉള്ളായിരുന്നു ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പ്രിന്റ് വെച്ചിട്ട് ചെയ്യാന്ന്. സത്യത്തിൽ ഇത്രയും നാളായിട്ട് കേക്ക് ചെയ്യുന്നെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നത് കൂടുതൽ ഹസ്ബൻഡാണ്. ഞാൻ അങ്ങനെ പോകാറില്ല, വളരെ ചുരുക്കം ചില സമയങ്ങളിലാണ് പോകുന്നത്. ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് അന്ന് എനിക്ക് പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഞാനും മോനോടെ പോയി പ്രിന്റ് ഒക്കെ എടുത്തിട്ട് വന്ന് അത് ഇത്രയും കട്ട് ചെയ്ത് നമ്മൾ കേക്കിൽ വെച്ചു. അപ്പൊ അതിനകത്ത് ആ ഒരു കണ്ണാടി പോലുള്ള പ്രിന്റ് നമ്മൾ വെച്ചിട്ട് അതിന് ചുറ്റിലുമായിട്ട് ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ് വരണം. അപ്പൊ നോർമലി ഞാൻ ഫോട്ടോസിലൊക്കെ നോക്കിയപ്പോൾ എല്ലാം അത് ബ്ലാക്ക് ഫോണ്ടന്റിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഫോണ്ടന്റ് വേണ്ടാന്ന് നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് തന്നെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്തായാലും വേണമല്ലോ. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറയുന്ന പോലെ ഈ കേക്കിൽ എവിടെ റിബൺ വെക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അങ്ങനെ നമ്മൾ ആ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പിന് പകരം ബ്ലാക്ക് കളർ സാറ്റൻ റിബൺ ചുറ്റി കൊടുത്തു. പിന്നെ നമ്മൾ മുകളിൽ ഇതേപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കളർ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നെയിം ഫോണ്ടന്റിൽ ഇതേപോലെ എഴുതി കേക്കിന്റെ ബേസിലായിട്ട് വെച്ചു കൊടുത്തു. ഇനി അടുത്ത കേക്ക് എന്ന് പറഞ്ഞാൽ എന്റെ സൽപുത്രന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അവന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കേക്കായിരുന്നു. അപ്പൊ ഇതിന്റെ കേക്ക് മാത്രമേ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഡെക്കറേഷൻ എല്ലാം അയാൾ തന്നെ വെച്ചിട്ടുള്ളതാണ്. അയാൾ കുറച്ച് ഹോട്ട് വീൽസിന്റെ പ്രാന്തനാണ്. അപ്പൊ അതിന്റെ കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് 3-4 കാറൊക്കെ എടുത്ത് അയാൾ തന്നെയാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹോം ബേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കത്തില്ലല്ലോ. അപ്പൊ ആ കേക്കിന്റെ പൊട്ടും പൊടിയൊക്കെ സാധാരണ കിട്ടാറുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ട് കേക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വരണം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ 2 കേക്ക് ഡിസൈൻ. അപ്പൊ നിങ്ങൾക്ക് ഏത് കേക്ക് ഡിസൈൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആരും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് നല്ലൊരു കേക്ക് ഡെക്കറേറ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.